guys, it's me Amy from the പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ് നമ്മളിന്ന് പിന്നെയും വന്നിക്കാണ് നമ്മളെ തീവ് സിമുലേറ്റർ എന്ന് പറഞ്ഞ ഗെയിമിലേക്ക് ഗൈസ്. അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ ഈ ഒരു ഗെയിമിൽ നോക്കണമെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ പാർട്ട് 2 ആണ്. അപ്പോൾ നോക്കല ഞാൻ അറിയാണ്ട് പറഞ്ഞു പോയി. ഇവിടെ ഇപ്പോൾ എന്തോ നമുക്കൊന്ന് ലാപ്ടോപ്പ് പോയി നോക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഇത് വീഡിയോ കാണുന്നതിന് മുമ്പ് എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഗൈസ് നമുക്ക് കമ്പ്യൂട്ടർ ചെക്ക് ചെയ്ത് നോക്കാം. Now here you can find a little extra work. തോന്നുന്നു ഗൈസ് നമ്മൾ ഇന്നലെ Okay. ഗൈസ് നമ്മൾ ഇന്നലെ പാർട്ട് 1 ഈ ഒരു ഭാഗത്ത് നമ്മൾ ഇത് അക്സെപ്റ്റ് ചെയ്തെങ്ങാണ്ട് പിന്നെ നമ്മളിത് എന്താണ് ഗെയിം ഓഫ് ചെയ്തപ്പോൾ ഇത് ഇങ്ങനെ ആയിക്കോന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് എന്തോ ഒരു ലിസ്റ്റ് തന്നിരിക്കുന്നു. ഒരു ഇൻവെൻ്ററി എടുത്തോട്ടെ. ഓ ഗൈസ് നമുക്ക് സ്കില്ലുണ്ട്. ഓ ലോക്ക് പിക്കിൻ്റെ സ്കില്ല് ഗൈസ്. നമുക്ക് ലോക്ക് പിക്ക് ഇട്ട് ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് പോവാൻ നമ്മളെ വണ്ടി കണ്ട് നമുക്ക് ഇപ്പോൾ നമ്മളോടിപ്പോൾ എന്താണ് 110 പോകാൻ പറയുന്നുണ്ട് ഗൈസ്. ഗ്രീൻ സ്ട്രീത്തെ 110 പറഞ്ഞ സൈറ്റിൽ പോകാൻ പറയുന്നുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് എന്തോ ഡിഷുകളൊക്കെ തച്ചു പിടിച്ചാൽ പറയുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് നോക്കുന്ന വേഗം പോവാം. 110 അവിടെയാണ്. ഇതാ ഈ ഒരു ആ ഒരു ഭാഗത്താണ് കിടക്കുന്നത്. നമുക്ക് വണ്ടി ഇവിടെ വിടാം. ഇറങ്ങി ഗൈസ് വേഗം പോവാം. നമ്മളടുത്ത് പോവാം. നമ്മളടുത്ത് ലോക്ക് പിക്ക് ഉണ്ട് പറഞ്ഞു. എന്നിട്ട് ലോക്ക് പിക്കൊന്നും ഗൈസ് നമ്മളെ കയ്യിൽ കാണില്ല. അതോടെ ആകെ ക്രോസ് ബാറും ഫ്ലാഷ് ലൈറ്റും ഉണ്ട് ഗൈസ്. നമ്മളടുത്ത് ലോക്ക് പിക്കിൽ ഇപ്പോൾ കുറേ ആൾക്കാരുണ്ടല്ലോ. അയ്യോ പെട്ടെന്ന് ഗൈസ് നമുക്ക് മെല്ലെ പോവാം. ഇവിടെ അങ്ങോട്ടൊന്നും ആരും വരില്ല. ഇതിന് മുന്നിൽ കൂടി ആണെങ്കിൽ നമുക്ക് വേഗം മുന്നിൽ കൂടി വട്ടെ. അപ്പോൾ ഗൈസ് നമ്മൾ പെരയിൽ ഇവിടെ എത്തി. ഇത് ഏതോ ഒരു എന്താണ് പറയുക, ബേക്കറിന്റെ പേരെ ഒന്നു എന്തൊരു കുക്കിങ് ചെയ്യണല്ലേ ഓരോ പേരെ ഒന്നു. ലോക്ക് പിക്ക് ഗൈസ് നമുക്ക് ഇവിടെ റെറ്റ് ചെയ്യാം. പക്ഷെ ഗൈസ് വയ്ക്കില്ല. നമുക്ക് വേറെ ലോക്ക് പിക്ക് കൂടി ആവശ്യമുണ്ട്. അപ്പോൾ എനിക്ക് ബാക്ക് കൂടി കയറാൻ വയ്ക്കും. ഇത് കൂടി കയറാം ഗൈസ്. നമുക്ക് സ്നീക്ക് ചെയ്യാം. ടാൻ വേണം. അപ്പോൾ ഗൈസ് നമ്മളെ ഈ ബാക്ക് പാക്ക് ഇങ്ങനെ നിറയുന്നുണ്ട്. ഇത് എത്ര നിറയും നോക്കാം. അതിനുള്ള അത്രക്കൊന്നും സാധനങ്ങളുണ്ടാവില്ലെങ്കിൽ കുറച്ചുണ്ടാവുള്ളൂ. എന്നാലും നമുക്ക് പരമാവധി 3 എടുക്കാം ഗൈസ്. ഒന്ന് ക്ലോച്ച് വേണ്ട. ഇവിടെ കൂടി ഉണ്ടല്ലോ. ഇവിടെ ഒന്ന് പൈസ ചൂടെ വരിക്ക്. നമ്മൾ പൈസക്ക് വന്നപ്പോൾ ഇതൊക്കെ പൊട്ടിക്കാനെ തോന്നുന്നു നമ്മളോട് പറയുന്നത്. ടീ പോട്ട് ഇതൊക്കെ നിറയുന്നുണ്ട്. നമ്മളെ ബാക്ക് പാക്ക് ഗൈസ് ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ എവിടെയും ഇവിടെ നീങ്ങുമ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് വെച്ചാൽ പോലെ ഇവിടെ ബുക്ക് പണിയില്ലല്ലോ. അപ്പോൾ അവിടെ എന്തൊക്കെയുണ്ടല്ലോ അവർക്ക് ആയിക്കോല്ലേ. ഇവിടെയും ഗൈസ് ഒന്നുമില്ല. ഒരു ഗെയിമിനെ ടച്ച് പഠിച്ചത് കാരണം ഒരു തുള്ളി സാധനങ്ങൾ വെക്കുന്നില്ല. ഇതൊക്കെ എന്താ എന്തിനാ അവിടെ കൊണ്ട് വെച്ചിരുന്നു അറിയില്ല. എന്തെങ്കിലുണ്ടോ ഇതിനൊക്കെ എന്തിനാ ആശയില്ല. അച്ഛോ ഗൈസ് ഇത് പൊട്ടി. ഞാൻ ഇത് വെറുതെ അടിച്ചാണ് ദപ്പേന് പൊട്ടി ഗൈസ്. ഗൈസ് നോക്കുന്ന ഡിഷ് പൊട്ടിക്കാം. 3, 2 സ്റ്റാർട്ട്. അങ്ങനെ മെഷീൻ കഴിഞ്ഞു ഗൈസ്. ഗൈസ് നമ്മളോട് പോയിക്കൊണ്ട് ആ സിമ്പിൾ ലോക്ക് പിക്ക് പറഞ്ഞ സംഭവമില്ല വാങ്ങാൻ വിന്നി പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഹോമൊക്കെ കൊണ്ടുപോകുന്നു. ഹോമൊക്കെ പോണതിന് മുമ്പ് ഗൈസ് നമുക്ക് മറ്റേ പോൺ ഷോപ്പ് പോകണം. നമ്മളുടെ അടുത്ത് എന്തോ കുറേ സാധനങ്ങളുണ്ടല്ലോ ഒക്കെ വിൽക്കാൻ. അപ്പോൾ പൈസ ഇരട്ടി കിട്ടുമല്ലോ. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ നമ്മളോടിപ്പോൾ ഹോമൊക്കെയാണ് സത്യം പറഞ്ഞാൽ പോകാൻ പറയുന്നത്. പക്ഷെ നമുക്ക് ഈ സാധനങ്ങൾ വിറ്റിങ്ങാണ്ട് ഹോമക്കോ അതല്ലേ പിന്നെ നല്ലത്. ഗൈസ് നമുക്ക് ഹോമക്ക് പോവാം. അല്ല ഹോമക്കല്ല ഗൈസ് എന്താ പറയുക
പോൺ ഷോപ്പ് പോ ഗൈസ്. അപ്പൊ ഗൈസ് നമ്മളിപ്പോ പോൺ ഷോപ്പ് വന്നോളൂ. ഇപ്പൊ നമുക്ക് റേറ്റിംഗ് എ കിട്ടിക്കണം. അതിന്റെ വലിയൊരു സന്തോഷം ഗൈസ്. അപ്പൊ നമുക്ക് ഇനി കളിക്കാം. ചട്ടിക്ക് $8. ഇത് പിന്നെ പഴയതായത് ഓൾഡ് ടോസ്റ്ററിന് $3. ഇതിനൊന്നും ഗൈസ് വില തന്നെ അല്ല. ഇത് എന്ത് ഗെയിമാ നമ്മുടെ അടുത്ത്? ഇനിയിപ്പോ എന്താ ഉള്ളത്? ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ല ഗൈസ്. ഒക്കെ ചട്ടി മാത്രം കൊടുത്തതിന് ആകെ കുറച്ചുള്ളൂ. ഇനി ഗൈസ് നമുക്ക് പെരക്ക് വേണം. പെരക്ക് വന്നിട്ട് സാധനം വാങ്ങണം ഗൈസ്. നമുക്ക് എന്തോ സാധനം എന്താ ടീഫിൻ്റെ ആ ലാപ്ടോപ്പിന് വാങ്ങാൻ തോന്നുന്നു. നമ്മൾ ഗൈസ് നമ്മൾ പെരക്ക് കിട്ടുന്നു. ഇനി ഗൈസ് നമുക്ക് കമ്പ്യൂട്ടർ ചെക്ക് ചെയ്ത് നോക്കാം. അവിടെ ഇത് തന്നെ വാങ്ങാൻ പറഞ്ഞിരിക്കുന്നു. ഇതാ ഇതാണ് ഗൈസ് സംഭവം. ലോക്ക് പിക്ക് ഇതല്ലേ? അപ്പൊ നമുക്കിതൊന്ന് വാങ്ങാം. ഇതൊക്കെ നമ്മുടെ അടുത്ത് ഉണ്ടാവേണ്ട തോന്നുന്നു. അപ്പൊ നമുക്ക് ഗൈസ് ഇത് വാങ്ങാം. ഇതൊക്കെ ഇനി വേണമെങ്കിൽ വാങ്ങാം ഗൈസ്. നമുക്ക് ലോക്ക് പിക്ക് ലെവൽ 2 ഉണ്ടായത് ഇതാ. ഒക്കെ വാങ്ങാം. ഒക്കെ അല്ല കുറച്ച് വാങ്ങാം. കാരണം നമ്മുടെ അടുത്ത് ഇത്രയും പൈസ ഉണ്ട്. അപ്പോ അവിന്നെ വിളിച്ചിട്ടുണ്ട് ഗൈസ്. Before you get yourself into trouble, try it on a training lock. I left one in the garage. എന്ത് ഗരാജ് തന്നെ ഞാൻ പറഞ്ഞില്ല ഗൈസ്. പിന്നെ നമ്മളോട് ഇപ്പൊ എന്തോ ട്രെയിൻ ചെയ്യാൻ പറയണ്ട്. ലോക്ക് പിക്കിന്റെ ഇതാണോ? ഇതെന്താപ്പോ സ്റ്റാർ ഉണ്ട്. ഇതാണ് ഗൈസ് ലോക്ക് പിക്ക്. ഇതെന്താ ഞാൻ ചെയ്യണ്ടത്? നമ്മളോട് ഡീമ വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇതെന്താ തിരിച്ചു കളിച്ചേ? ഗൈസ് അങ്ങനെയാണോ ഒന്നോ? ആദ്യം അങ്ങോട്ട് തിരിച്ചു എന്നിട്ട് ഇങ്ങോട്ട് ഞാൻ അങ്ങനെ തിരിച്ച് ലോക്ക് പിക്ക് ഓണക്കണം. ഇത് വയ്ക്കണില്ല ഗൈസ്. ഡീമ നക്ക ഇനി മെല്ലെ കിട്ടി. അപ്പൊ ഗൈസ് നമ്മൾ പഠിച്ചു. അവിടെ എന്തോ കിട്ടി ഗൈസ്. Go to 111 by 7 a.m. and watch. നമുക്ക് എന്തോ ഒരു സ്ഥലത്തേക്ക് പോകാനുള്ള സാധനം നോക്കണം. അതിന് മുമ്പ് ആദ്യം സ്ഥലം വാങ്ങണം ഗൈസ്. എവിടെ പോ ഹൗസിൽ നോക്കണ്ട. ഏതൊരു സംഭവം ഉണ്ടല്ലോ അതിലെന്നെ പോയി നോക്കുക. ഇതാ ഇതിലുണ്ടോ? ഇതാണ് ഗൈസ് നമുക്ക് വേണ്ട. $15 അല്ലേ? സ്പേസ് കൊടുക്കുക ഗൈസ്. പിന്നെ നമ്മൾ ഇപ്പം അതിൻ്റെ റിസൾട്ട് ഒക്കെ വാങ്ങിക്കണം. ഇനി ഗൈസ് പോവാം. വണ്ടി എടുക്കുക. നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പൊ ഗൈസ് നമ്മളിപ്പോ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ടി ഇവിടെ നിർത്തണം. ആരും ലേറ്റ് നോക്കി. ലേറ്റ് ആണല്ലേ ഗൈസ് വന്നിട്ട് താനാണോ? അയ്യോ പിടിച്ചാൽ പണി. ഏതപ്പോ നമുക്ക് തന്നു 111 അല്ലേ? 111 ഗൈസ് അവിടെയാണ്. ഇപ്പൊ ആരുമില്ലല്ലോ. എന്തോ ഒരു ഏരോമാർക്ക് കാണിക്കുന്നുണ്ടോ ഒരു സംശയം. എടുക്കല്ലേ? എന്താ ചെയ്യേണ്ടത്? ഉണ്ടോ മനസ്സിലാവില്ല. എന്താ നോക്കട്ടെ സംഭവം മനസ്സിലായിട്ട്. ഗായ്സ് അവിടെ ആൾക്കാരുണ്ട്. വെറുതെ അല്ലട്ടോ. അയ്യോ ഇത് കുറച്ച് റിസ്ക് ആണ്. ഇത് നമ്മളെ സാധാ 150 110 പോരുന്നല്ല ഗായ്സ്. ഈ ഒരു ഹൗസിൽ ആൾക്കാരുണ്ട്. നോക്കട്ടെ വച്ചല്ലേ. ഇതൊന്നും പൊട്ടിക്കാൻ വയ്ക്കൂല ഗായ്സ്. അത് വേറൊരു കുഴപ്പം. ഇത് തുറക്കാൻ പറ്റുമോ? ഇത് തുറക്കാൻ വയ്ക്കും ഗൈസ്. അയ്യോ പൊട്ടു. എന്റെ പൊന്നെ ഇത് ഞാൻ അങ്ങനെ ഹാൻഡിൽ ചെയ്യാ? ഇവിടെ നീച്ചു പോയിട്ടുണ്ട് ഗൈസ്. തോന്നൊക്കെ പെരേക്കാൻ പറ്റുമോ എന്നറിയില്ല.
ടീമൊക്കെ ഡി 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 ഡി. അയ്യോ ആയില്ല. അയ്യോ ഗൈസ് ആയില്ല. ഗൈസ് നമ്മളടുത്തുള്ള മറ്റേ സാധനം പോയി ഡി പിക്കിലൊക്കെ ഇറങ്ങുന്നുണ്ട്. ഈ പൊട്ടൻ്റെ കൂടെ ഇരിക്കുന്നുണ്ട് ഗൈസ്. അപ്പോ ഞാൻ തലക്കടിച്ച് കൊല്ലാൻ പറ്റുമോ അറിയില്ല. ട്രൈ ചെയ്യണമെന്നുണ്ട്, പക്ഷെ പേടിയാണ്. അങ്ങോട്ട് ഇരിക്കാനോ പോയിക്കുന്നു ഗൈസ്. അപ്പോഴേക്കും നമ്മളെ കയ്യിലുള്ള മറ്റേ സാധനം പോയി. പുറത്തേക്ക് പോകാനാണ് വേറെ വഴിയില്ല. എന്താ കാട്ടോ? അപ്പൊ ഗൈസ് അവിടെ ഈ ലൈറ്റ് ഇതാ ഇവിടെ ഇതൊരു സംഭവം മനസ്സിലായില്ല ഗൈസ്. നമുക്ക് ചാടാൻ പറ്റൂലേ? അപ്പൊ ചാടാൻ പറ്റുമെങ്കിൽ നമുക്ക് ഇവിടെ പോയി ചാടാൻ പറ്റുമോ? ഇല്ല. നമുക്ക് ആണെങ്കിലേ ഫ്ലാഷ് ലൈറ്റ് സ്നേക്ക് ചെയ്ത് കൊണ്ട് പൂവോ കത്തിച്ച് കുറച്ചുണ്ടായൊരു നോക്കില്ലേ. ഒരു കണ്ടു സോര നമ്മളെ കണ്ടു. അപ്പൊ നമുക്ക് ഒളിച്ചിരിക്കാം. അത് ഗൈസ് ഒരു വലിയ പ്രോബ്ലമായി. 2 സ്റ്റാർ ഗൈസ്. അപ്പൊ ഗൈസ് നമ്മളെ പോലീസുകാരൊക്കെ പോയിക്കോണു. ഇവിടെ കുറെ നേരമായി ഗൈസ് ഞാൻ വെയിറ്റ് ചെയ്യണു. 2 പോലീസുകാരുണ്ട്. അതിലത്തെ 2 പോയി. അതിൻ്റെ ഒരു സമാധാനം. അപ്പൊ ഗൈസ് നമുക്ക് ഈ പെരയൊക്കെ അങ്ങനെ പോകണ്ടെന്ന് ഇതുവരെയായിട്ട് മനസ്സിലായിട്ടില്ല ഗൈസ്. ഇവിടെ സ്നേക്ക് ചെയ്ത് പോവാം. ഇവിടെ സ്നേക്ക് ചെയ്ത് പോവാണെങ്കിൽ അവിടുത്തെ ആരെങ്കിലും അവിടുത്തെ മറ്റു ഇതുവരെയായിട്ട് പോയിട്ടില്ല ഗൈസ്. ഇവിടുത്തെ ആ സാധനം പിന്നെ പോയി ഗൈസ്. അത് വേറെ കുഴപ്പം. ഗൈസ് നമുക്ക് ഇവനെ കൊല്ലാൻ വെക്കും. നമ്മളിപ്പോ എടുത്തു പോയിരുന്നു കണ്ടി പൊട്ടം കണ്ടിട്ടില്ല. നമ്മള് അപ്പൊ ഗൈസ് നമുക്കിപ്പോ തൽക്കാലം നമുക്കൊന്ന് പെരയൊക്കെ പോയിട്ട് പെട്ടെന്ന് ഗൈസ് നമുക്ക് പിക്കിലൊക്കെ എടുത്തുകൊണ്ടുവരാം. മറ്റേ സാധനം വാങ്ങിയിട്ട് വേഗം വരാം ഗൈസ്. അപ്പൊ ഗൈസ് നമ്മളങ്ങനെ പെരയൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മളെ എന്താ പറയാ അതിൻ്റെ പിക്കിലൊക്കെ വാങ്ങണം. ഇത് കുറെ കിട്ടുമോ? അത് കുറെ കിട്ടിയിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് എന്ത് ചെയ്യണം? ഞാനിപ്പോഴാണ് ഗൈസ് ഈ ഒരു സംഭവം നേരം പോലെ വായിച്ചു നോക്കുന്നത്. നമ്മളോട് 7 മണിക്ക് അങ്ങോട്ട് പോകാനായിട്ടാണ് പറയുന്നതെന്ന്. ആദ്യം ഒന്നുകൂടി ഒന്ന് പഠിച്ചിട്ട് എന്താ ചെയ്യുന്നത്. ഇതൊന്ന് ഞാൻ DM നിൽക്കുന്നുണ്ട്. ഇങ്ങോട്ട് ഇത് പറ്റായാൽ പിന്നെ ഇങ്ങോട്ട് തന്നെ ഇതാണ് കുഴപ്പം ഗൈസ്. അപ്പം ഈ പിക്കിലോ ഈ സാധനം പോവാണേ. DM നിൽക്കുക ആദ്യം ഇങ്ങോട്ട് എന്നിട്ട് ലിഫ്റ്റ് മനസ്സിലായില്ല. ആദ്യം ഇങ്ങോട്ട് ഗൈസ് DM നോക്കിയിട്ട് ഇങ്ങനെ ആക്കുക. എന്നിട്ട് ഇവിടെ എത്തിക്കൊണ്ട് അയ്യോ അവിടെ എത്തിയാൽ പെട്ടെന്ന് ഇങ്ങോട്ട് ആക്കുക. എന്നിട്ട് ഇങ്ങോട്ട് തന്നെ ആക്കുക. അങ്ങനെ അല്ലല്ലോ. ഇങ്ങോട്ട് ആക്കുക. എന്നിട്ട് ഇങ്ങോട്ട് പെട്ടെന്ന് പെട്ടെന്ന് ആക്കണം ഗൈസ്. അതൊക്കെ മനസ്സിലാവില്ല. DM നോക്കി റൈറ്റ് എന്നിട്ട് ഇങ്ങോട്ട്. അപ്പൊ എന്താ ഗൈസ് ചെയ്യേണ്ടത് മനസ്സിലാവണില്ല. അങ്ങനെ എന്തോ പോയി ഞാൻ കാട്ടിയപ്പോ തുറന്നു ഗൈസ്. നമുക്ക് വേഗം പോയി കടന്നുറങ്ങട്ടെ. എന്നിട്ട് ആ ഒരു മെഷീൻ കൂടി കഴിഞ്ഞാൽ ഗൈസ് നമുക്ക് പിന്നെ ഈ വീഡിയോ എൻഡ് ചെയ്യാം. ഇപ്പോൾ 1 മണി ആയിക്കോണു. നമുക്ക് 7 മണിക്കാ സത്യം പറഞ്ഞത് ഗൈസ്. ഇവിടെ കണ്ടില്ലേ 7 മണി വരെയും സ്ലീപ്പ് വേണം. അപ്പം ആ പെരയിൽ ആരുമില്ല. അങ്ങനെ എന്തെറ്റിയാ ഒന്നും ഗൈസ്. 5 ഗൈസ് നമുക്ക് വേഗം പോകുന്നു. അപ്പോൾ ഗൈസ് നമ്മളിതാ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്രോസ്മൻ ആസിലല്ലേ നമുക്കൊക്കെ സെറ്റ് ആയിക്കോളും. നമുക്ക് നേരെ പെരേക്ക് പോകാന്നുള്ളൂ. ഇപ്പോൾ 7 മണി കറക്റ്റ് ആയിക്കോളും.
7 മണി അല്ലെ 7:30 ആയിക്കോളൂ ഗൈസ്. ഇവരൊന്നും കണ്ടെന്ന് പറയുന്നു. അത് കണ്ടില്ല. ഇവരിപ്പോഴും പോകൂല. ഞാൻ വിചാരിച്ചു ഗൈസ് ഇവര് പോകുന്നു. സോറിപ്പടിരുന്നു. നമുക്ക് എന്താ ചെയ്യണ്ടേ? ഡിഫിക്കൽട്ട് മോശങ്ങൾ എന്തെന്ന് പറയണ്ടല്ലോ. There's a box in there. Wait for them to leave and get me that box. അപ്പൊ ഗൈസ് നമ്മൾ സത്യം പറഞ്ഞ ഏറ്റവും വലിയൊരു പൊട്ടനാണ് കളിക്കും പറയാം ഗൈസ്. നമ്മൾ ഒരേ പോയിന്റ് ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. നമ്മൾ ഇനി 7 മണിയാണ് വരെയും പിന്നെയും കാത്തിരിക്കുന്നു ഗൈസ്. രാത്രി 7 മണിയായിട്ട് തോന്നുന്നു. നോക്കട്ടെ, കാറിൽ തന്നെ ഉറങ്ങാൻ ഒരു പറയുന്നുണ്ട് ഗൈസ്. വേഗം പോയി കാറിൽ ഉറങ്ങാം. ഇപ്പൊ ഗൈസ് 7 മണി ആയിക്കണം. ഇനി നമുക്ക് വേഗം പോയി മോഷ്ടിക്കല്ല ഓരോ ഡീറ്റെയിൽസ് മൊത്തം നമുക്ക് മനസ്സിലാക്കണം. ഗൈസ് നമുക്ക് വേഗം പോവാം. പിന്നെ ഗൈസ് പോയി പേരൻ്റെ ഉള്ളിൽ കാര്യം നിന്ന് പോകുന്ന കണ്ടു. നമുക്ക് തന്നെ പോലെ സ്നേഹിക്കുക. ഗൈസ് നമ്മള് ഇവരിപ്പോൾ എന്താ കാട്ടുണ്ടെന്ന് ഞാൻ വിചാരിച്ചു ഗൈസ്. ഒരാളവിടെ ഗൈസ് അങ്ങോട്ട് പോയോ? ഇല്ല, പോയിട്ടില്ല. മാർക്ക് ചെയ്യാം. കണ്ടു ഗായ്സ്, വലിയ പ്രോബ്ലം ഉണ്ടായി. ഇപ്പൊ ഗായ്സ് ഇതാ നമ്മൾ ഉറങ്ങിക്കൊണ്ട് ഇതാ പിന്നെയും ഗായ്സ് നമ്മൾ 7 മണി ആയിരിക്കുന്നത്. അടുത്ത പണി പറയുന്നത് നമ്മളിപ്പോൾ പോയിൻ്റൊക്കെ ചെയ്തുകൊണ്ട് ഗൈസ് നമുക്ക് വേഗം പോയി മോഷ്ടിക്കാം. നമുക്ക് ബാക്ക് കൂടി പോകാം ഗൈസ്, അതാണ് പിന്നെ നല്ലത്. അയ്യോ പെട്ടോ, കൂടി വേറെ വഴിയില്ലല്ലോ ഗൈസ്. നമുക്ക് സിമ്പിളായിട്ട് പോയി വിചാരിച്ചു കണ്ട ഗൈസ്. ഞാൻ കൂടി വന്നു ആരും കാണാണ്ടിരുന്നാലും ഇവിടെ എത്തുമ്പോൾ പെട്ടെന്ന് സ്നേഹിക്കുന്നു ഗൈസ്. ഒരാളുകളുണ്ട് ഈ ഗൈസ്, നമുക്ക് പെട്ടെന്ന് തുറക്കണം. ഗൈസ് നമ്മൾ ആദ്യത്തെ ലോക്ക് പോയതാണ് ഗൈസ്. പിന്നെയും കുഴപ്പം ഗൈസ്. തുറന്നു റീലോക്ക് ഗൈസ്. നമ്മളെന്താ ചെയ്യണ്ടേ? ഒരുത്തൻ പുറത്ത് പോയിട്ടുണ്ട്. അയ്യോ, ഒരുത്തൻ പുറത്ത് പോയിട്ടുണ്ട് ഗൈസ്. നമുക്കിപ്പോൾ വേണമെങ്കിൽ തുറക്കാം. നോക്ക് ഗൈസ്, നമ്മളെന്താ ചെയ്യേണ്ടത് പറഞ്ഞാല് തുറന്നില്ലേ? നമുക്കിപ്പോൾ അടുത്തൊരു സാധനം എടുക്കാനോ പോകുന്നത്. ആ ഒരു പെണ്ണ് ഗൈസ് അവിടെ നോക്കിക്കുന്ന ടൈമിന് പെട്ടെന്ന് പോയി കൊണ്ട് സാധനം എടുക്കണം. അതാ സത്യം പറഞ്ഞാൽ വേണ്ടോണ്ട്. അതോ നമ്മളെടുത്തുകൊണ്ട് പിന്നെ വേണ്ട, അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് ഗൈസ്. നോട്ടെ പോരി നമ്മൾ കാണാം.
അതിന് കണ്ട കാഴ്ച പെട്ടെന്ന് എടുത്ത് കണ്ട് ഓടുക കണ്ട് നോക്കട്ടെ ഇങ്ങോട്ട് പോകുമ്പോ പെണ്ണോട് പോയിക്കുന്നു. ബോക്സ് വെക്കാം. തോന്നുന്നു നമുക്ക് മണ്ടാന്ന് നമുക്ക് മണ്ടാ ഗൈസ്. 3 2 സ്റ്റാർട്ട്. മണ്ടല്ല ഗൈസ്. Run. ഗൈസ് പോലീസ് കണ്ടു ഗൈസ്. ഈ റോട്ടിനെ വരുന്നത് ഗൈസ്. നമ്മൾ ഒളിച്ചിരുന്നിട്ടുണ്ട്. നമ്മളൊരു കുറിച്ചൂര് വന്നു. അപ്പൊ അതാണ് ഗൈസ് മെഷീന് അറിയണത്. നമ്മൾ ആ ഒരു ബോക്സ് സ്റ്റീൽ ചെയ്ത് നമുക്ക് വേണമെങ്കിൽ പെരക്കോ ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളിങ്ങോട്ട് ഇറങ്ങിക്കുന്നു. ഞങ്ങൾക്ക് ഇനി മണ്ടാന്ന് തോന്നുന്നു. ഗൈസ് ഞാൻ വേഗം മണ്ടിക്കുന്നു ഇവിടുന്ന്. പോലീസ് കാണാണ്ടിരുന്നാൽ മതിയെന്നു. ഇനി ഗൈസ് നമുക്ക് വേഗം വണ്ടിന്ന് കണ്ടു പോവാം. പോലീസ് ഇപ്പം ഉണ്ട്. 1 സ്റ്റാർ ഇപ്പോഴും പോയിട്ടില്ല. ഇത് തുറക്ക്. അയ്യോ പോലീസ് അവിടെ നിന്ന് തന്നെ പോയിട്ടില്ല ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്കിട്ട് പോവാം. നമുക്കത് കൊണ്ടുവന്നു. ഗൈസ് നമ്മളിപ്പോൾ അത് കഴിഞ്ഞു. നമുക്ക് FN കിട്ടി ഗൈസ്. നമ്മൾ കാരണം ജസ്റ്റ് ഇതായി പോയിക്കണം. ഇനിയിപ്പോൾ അതാ ഈ ഒരു ബോക്സ് എന്തോ ആർക്കായിട്ട് സെൻഡ് ചെയ്യാനാണ് പറയണേ. നമുക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാം. ആർക്കാണ് ബ്ലാക്ക് പേയിൽ പറഞ്ഞ് കൊണ്ടുപോകുന്നുണ്ടല്ലോ. അത് കൊടുക്കാൻ നമ്മളോട് പറഞ്ഞു ഗൈസ്. അതെ ഇത് കൊടുക്കാനാണ് സെൻഡ് ഗൈസ്. നമ്മളത് കൊടുത്തു. അപ്പോൾ നമ്മളെ വിന്നി വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതേപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗെയിം ഉണ്ടെങ്കിൽ ഗൈസ് ഒന്ന് കമൻറ്റ് ചെയ്യാം. എന്നാൽ ബൈ.